ഷബ്ന, തെളിവുകളില്ലാതെ വിട്ടയച്ച പ്രതികൾ ഉണ്ട്. 8ാം പ്രതി ദിലീപ് അടക്കമുള്ളവർ. അവരെ എങ്ങനെ വിട്ടയച്ചു, അതിന് കാരണമായത് എന്താണ് എന്നതെല്ലാം ഇന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനും കഴിയുമല്ലേ വിധി വരുന്നതോടെ? ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഈ പ്രതികളെ ശിക്ഷിച്ചാൽ, അതായത് പ്രതികളെ 6 പേരുടെയും ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർക്ക് വിധിപ്പകർപ്പ് കൊടുക്കണം. അങ്ങനെയെങ്കിൽ ഈ വിധിപ്പകർപ്പ് പുറത്തേക്ക് ലഭിക്കുകയും ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൻ്റെ പകർപ്പുകൾ ലഭ്യമാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് തന്നെ ശിക്ഷ പറയുകയാണെങ്കിൽ ഇന്ന് തന്നെ ഇതിൻ്റെ വിധിപ്പകർപ്പും പുറത്തു വരാനാണ് സാധ്യത. നമുക്കറിയാം, വലിയ പേജുകളുള്ള ഒരുപാട് 8 വർഷമായി ഇതിൻ്റെ വിചാരണ നടപടികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ നടക്കുകയാണ്. ഇതിൻ്റെ ഓരോ സാക്ഷികൾ 216 സാക്ഷികൾ നൽകിയിട്ടുള്ള മൊഴികൾ, ഡിജിറ്റൽ അടക്കമുള്ള തെളിവുകൾ, അത്തരത്തിലുള്ള രേഖാമൂലമുള്ള തെളിവുകൾ എല്ലാം ഇതിൻ്റെ ഭാഗമായി ചേർക്കേണ്ടതുണ്ട്. വലിയ ഒരു വിധിപ്പകർപ്പ് തന്നെയായിരിക്കും കോടതിയിൽ നിന്നുണ്ടാകുക. ഒരുപാട് പേജുകളുള്ള വിധിപ്പകർപ്പായിരിക്കും ഉണ്ടാകുക. ഏതായാലും ഇന്ന് തന്നെ അത് പുറത്തു വരും എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. ഒരു പക്ഷേ വൈകിട്ടോടുകൂടി ഇതിൻ്റെ ശിക്ഷ വിധിക്കുകയും തുടർന്ന് വിധിപ്പകർപ്പ് നൽകുകയും ചെയ്യും. ഷബ്ന, പൊട്ടിക്കരഞ്ഞും ദയയാചിച്ചുമൊക്കെയാണ് പ്രതികൾ കോടതിയിൽ ഇന്ന് നമ്മൾ കണ്ടത്. പ്രതികളെ നമ്മൾ ആ വിവരമാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ വിധി അതൊന്നും ബാധിക്കാൻ പോകുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ ദയാലു അല്ലെങ്കിൽ ദയയാചിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് പ്രതികൾ കോടതിയിൽ കടന്നിട്ടുള്ളത്. അങ്ങനെ ആ തരത്തിൽ കോടതിയിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അഖില, ഇന്ന് രാവിലെ തന്നെ ഈ കേസിൻ്റെ വിധി പ്രസ്താവവുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധിയിലുള്ള വാദം നടത്തും എന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 11 മണിയോടെ കോടതി നടപടികൾ ആരംഭിച്ചെങ്കിലും ആദ്യ കേസുകൾ പരിഗണിച്ചത് ആദ്യം ലിസ്റ്റ് ചെയ്ത, അതായത് മറ്റ് കേസുകളായിരുന്നു. അതിനുശേഷം ഈ കേസിൽ വാദം നടത്താം എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. തുടർന്ന് ആദ്യം ലിസ്റ്റ് ചെയ്ത കേസുകൾ പരിഗണിച്ചതിന് ശേഷം ഹണിയം വർഗീസ് ഈ കേസിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു. ആദ്യം കോടതി ഈ കേസിൽ ശിക്ഷയുമായി ബന്ധപ്പെട്ട വാദം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ തന്നെ കോടതി പറഞ്ഞത്, ഈ കോടതിയെ അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ കോടതി നടപടികളെക്കുറിച്ച് അപകീർത്തികരമായ വാർത്തകൾ നൽകുന്ന മാധ്യമപ്രവർത്തകർ, അതോടൊപ്പം തന്നെ പുറത്തുള്ളവർ, ആ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നിരവധി തവണ കേട്ടിട്ടുണ്ട്. ഹണിയം വർഗീസിൻ്റെ ഭൂതകാലം ചികഞ്ഞോളൂ, പക്ഷേ കോടതിയെ ഏതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ കോടതിയുടെ ചട്ടങ്ങൾ പാലിക്കാത്ത, പ്രത്യേകിച്ച് ഈ നടപടികൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കോടതിയിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഫോണിൽ. അത്തരത്തിലുള്ള എന്തെങ്കിലും കണ്ടാൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കും. സുപ്രീം കോടതി കൃത്യമായി ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ വേണം എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കും എന്ന മുന്നറിയിപ്പോടു കൂടിയാണ് ഹണിയം വർഗീസ് ഇതിൻ്റെ ശിക്ഷാവിധിയിലുള്ള വാദം ആരംഭിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കോടതിക്കെതിരെ നിരവധി തവണ പല ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്ന കോടതിയാണ്. കാരണം പ്രോസിക്യൂട്ടർ അടക്കം 2 തവണ ഈ കേസിൽ രാജിവെച്ചിരുന്നു. പിന്നീട് ഈ പക്ഷപാതപരമായി കോടതി പെരുമാറുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അത്തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം ഹൈക്കോടതി അടക്കമുള്ള മേൽക്കോടതികൾ തള്ളിക്കളഞ്ഞാണ് ഹണിയം വർഗീസ് ഈ കേസിൽ വിധി പ്രസ്താവം ഇന്ന് പറയാൻ പോകുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ശിക്ഷാവിധിയിൽ ആദ്യഘട്ടത്തിൽ ശിക്ഷാവിധിയിലുള്ള വാദമായിരുന്നു നടന്നിരുന്നത്. ആദ്യം തന്നെ കോടതിയിൽ 1ാം പ്രതിയായ പൾസർ സുനിയാണ് വാദം നടത്തിയത്. പൾസർ സുനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് കേട്ടത്. പൾസർ സുനി പറഞ്ഞത്, തനിക്ക് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, ശിക്ഷയെക്കുറിച്ച് മറ്റൊന്നും തനിക്ക് പറയാനില്ല, ശിക്ഷയിൽ ഇളവ് വേണം, വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് താൻ മാത്രമാണ് ആശ്രയം എന്നതായിരുന്നു പൾസർ സുനിയുടെ വാദം. 2ാം പ്രതി മാർട്ടിൻ കോടതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ്, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ശിക്ഷയിൽ ഇളവ് വേണം, നിരപരാധിയാണ്, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ 5.5 വർഷം താൻ ജയിലിൽ കിടന്നു, തൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള മാതാപിതാക്കളുണ്ട്, താൻ ജോലിക്ക് പോയി ആണ് കുടുംബം പുലർത്തുന്നത്, നിരപരാധിത്വം മനസ്സിലാക്കി തന്നെ വെറുതെ വിടണം എന്നായിരുന്നു മാർട്ടിൻ്റെ വാദം. 3ാം പ്രതി മണികണ്ഠനാകട്ടെ ഈ പ്രതികൾ ആരുമായി കൂടിയിരുന്ന് സംസാരിച്ചിട്ടില്ല, താൻ മനസ്സറിഞ്ഞ് ഒരു തെറ്റും ചെയ്തയാളല്ല, തനിക്ക് ഭാര്യയും 2 കുട്ടികളുമുണ്ട്, 9 വയസ്സുള്ള മകളും 2.5 വയസ്സുള്ള മകനുമാണുള്ളത്, അവർക്ക് ആശ്രയം വേറെ ആരുമില്ല, എന്നോടും കുടുംബത്തോടും കോടതിക്ക് അലിവ് തോന്നണം എന്നതായിരുന്നു മണികണ്ഠൻ്റെ ആവശ്യം. 4ാം പ്രതി വിജീഷ് കുറഞ്ഞ ശിക്ഷ വിധിക്കണം എന്നാണ് പറഞ്ഞത്. വിജീഷ് ഉന്നയിച്ചത്, താൻ നിരപരാധിയാണെന്നോ ശിക്ഷ വിധിക്കരുതെന്നോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാതെ പകരം താൻ തലശ്ശേരിയിലാണ് താമസം, തൻ്റെ വീട് തലശ്ശേരിയാണ്, അതുകൊണ്ട് തന്നെ ജയിലിൽ അടക്കുകയാണെങ്കിൽ കണ്ണൂർ ജയിലിലേക്ക് അടയ്ക്കണം എന്നതായിരുന്നു. മറ്റൊന്ന് 5ാം പ്രതി സലീമാണ്, തെറ്റ് ചെയ്തിട്ടില്ല, ഭാര്യയും 1 വയസ്സുള്ള മകളാണുള്ളത്, അവരുടെ ഏക ആശ്രയം താനാണ്, തെറ്റ് ചെയ്യാത്ത തന്നെ വെറുതെ വിടണം എന്നൊരാവശ്യം സലീമും അല്ലെങ്കിൽ
ശിക്ഷയിൽ ഇളവ് തരണം എന്നൊരാവശ്യം സലീം ഉന്നയിച്ചു. 6ാം പ്രതി പ്രദീപ് പറഞ്ഞത് താൻ നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ജോലി കഴിഞ്ഞ് താൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് തന്നെ ഈ കേസിൽ കുടുക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ കരഞ്ഞുകൊണ്ടായിരുന്നു പ്രദീപ് കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. തുടർന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം ആരംഭിച്ചത്. പരമാവധി ശിക്ഷ നൽകണം എന്നതായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത്. അതോടൊപ്പം തന്നെയാണ് ഇന്നിപ്പോൾ കോടതി വ്യക്തത വരുത്തിയത് 376D എന്ന കൂട്ടബലാത്സംഗം. ഈ കൂട്ടബലാത്സംഗ കുറ്റം എങ്ങനെയാണ് ഈ 6 പ്രതികൾക്ക് മേൽ ചുമത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ 6 പ്രതികൾക്കും കൂട്ടബലാത്സംഗത്തിനുള്ള ശിക്ഷ വിധിക്കുന്നത് എന്ന നിയമപരമായ കാര്യമായിരുന്നു കോടതി ചോദിച്ചത്. അതിന് പ്രോസിക്യൂട്ടർ മറുപടി നൽകിയത് മറ്റ് പ്രതികൾ, 1ാം പ്രതിയായ പൾസർ സുനിയാണ് ഈ നീച കുറ്റകൃത്യം ചെയ്തത്, പക്ഷേ മറ്റ് പ്രതികൾ സഹായിച്ചില്ലെങ്കിൽ ഈ പ്രതിക്ക് ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഈ 6 പ്രതികൾക്കും ഒരേ രീതിയിലുള്ള കുറ്റം തന്നെ ചുമത്തണം അല്ലെങ്കിൽ ശിക്ഷ വിധിക്കണം എന്നതായിരുന്നു പ്രോസിക്യൂട്ടറുടെ വാദം.